പുതുക്കാട് ചെങ്ങാലൂർ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും ആശ്രയമായ കാനത്തോട് സ്ലൂയിസ് പൂർണ്ണമായും തകർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടതോടെ 50 ഏക്കർ മുണ്ടകൻ കൃഷി പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ജൂലൈയിലാണ് കനത്ത മഴയിൽ കാനത്തോടിന്റെ സ്ലൂയിസ് തകർന്നത്. മാട്ടുമലയിൽ നിന്ന് വരുന്ന വെള്ളം കാനത്തോട് സ്ലൂയിസിൽ ചീപ്പിട്ട് സംഭരിച്ചാണ് മങ്ങാട്ടുപാടം പാടശേഖരം, കൊളക്കാട്ടിൽ പാടശേഖരം എന്നിവിടങ്ങളിലെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിലും ചെങ്ങാലൂർ പ്രദേശത്തെ കാർഷിക മേഖലയിലേക്കും ഉപയോഗിച്ചിരുന്നത്. സ്ലൂയിസിന്റെ പ്രവർത്തനം നിലച്ചതോടെ മുണ്ടകൻ കൃഷി ഇറക്കേണ്ട 5 ഏക്കർ നിലം തരിശിടേണ്ടി വന്നു. ഈ സ്ലൂയിസിന് പകരം മുകൾ ഭാഗത്തായി 2 കിടങ്ങുകൾ തീർത്താണ് ബാക്കി 50 ഏക്കറിൽ കർഷകർ കൃഷി സാധ്യമാക്കിയത്. സ്ലൂയിസ് കാര്യക്ഷമമല്ലാതായതോടെ പുതുക്കാട് പഞ്ചായത്തിലെ 8-9 വാർഡുകളിലെ ജലസേചന പദ്ധതികൾക്കും കുടിവെള്ള വിതരണത്തിനുമായി 75 HP-യുടെ മോട്ടോർ ഉപയോഗിക്കുന്ന ഉറാങ്കുളം അഡീഷണൽ പമ്പ് ഹൌസിന്റെയും ഉറാങ്കുളം മെയിൻ പമ്പ് ഹൌസിന്റെയും പ്രവർത്തനവും നിലച്ച നിലയിലാണ്. 3 മാസത്തിനുള്ളിൽ കാനത്തോട് സ്ലൂയിസ് നവീകരിക്കാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടികളും ആയിട്ടില്ല. ഇതോടെ ചെങ്ങാലൂർ പ്രദേശത്തെ കൃഷിയിടങ്ങൾ മുഴുവൻ ഉണക്ക ഭീഷണിയിലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഇക്കാലത്ത് പെട്ടെന്ന് മഴ എത്തിയാൽ നിലവിലെ സാഹചര്യത്തിൽ പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നും നിരവധി വീടുകളെ ഇത് ബാധിക്കുമെന്നും ആശങ്കയുണ്ട്. ഈ കരിങ്കൽ കെട്ട്, തകർന്നുപോയ കരിങ്കൽ കെട്ടിനെ പുനഃസ്ഥാപിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു നല്ല മഴ തന്നെ ഒരുപക്ഷെ ഈ പ്രദേശത്തിന്റെ മൊത്തത്തിൽ ഈ തകർന്ന സ്ലൂയിസിനെയും മൊത്തം സംവിധാനങ്ങളെ ആ പുരയുടെ ഉൾപ്പെടെ പുഴയിലേക്ക് ഒഴുക്കിയെത്തിക്കും. തന്നെയല്ല, കാലവർഷമാകുമ്പോൾ ഈ അപകടം കൂടും. വലിയ തോതിൽ അത് വെള്ളപ്പൊക്കത്തിനും വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്കാണ് എത്തുന്നത്. അടിയന്തരമായി കാനത്തോട് സ്ലൂയിസിന്റെ വശങ്ങൾ കരിങ്കൽ കെട്ടി സംരക്ഷിക്കണമെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കർഷക കൂട്ടായ്മയും മങ്ങാട്ടുപാടം പാടശേഖര സമിതിയും ഉറാങ്കുളം സംരക്ഷണ സമിതിയും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പുതുക്കാട്.